ഈ രണ്ട് സൈഡിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ടൂറിസം മാത്രമല്ല, അപ്പുറ സൈഡിൽ ചുവര സൈഡിൽ ഫിഷിംഗ് ഉണ്ട്. 50,000 ആളുകൾ ഫിഷിംഗ് ചെയ്യണം. ഫിഷിംഗ് ചെയ്യുന്ന ആളുകൾ താമസിച്ച് ജീവിച്ചപ്പോൾ മിനിസ്റ്റർ പറഞ്ഞാൽ അവിടെ താമസിച്ച് ഫിഷ് ചെയ്യുന്ന സ്ഥലമാണ് ഗ്രാമവാസികൾ. അങ്ങനെ ഒരു ഇഷ്യൂ വരും. പക്ഷെ അത് പരിഹാരമുണ്ട്. ആ പരിഹാരം ഇത് നന്നായിട്ട് അറിയാം. അതാണ് സിംഗപ്പൂർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ജവഹർലാലിന് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഒരു ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടാക്കുന്നത്. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള പോർട്ട് ഉണ്ടാക്കുക. തീരത്തിനോട് ഉണ്ടാക്കാതെ തീരത്തിനോട് ഉണ്ടാക്കി. ഇപ്പൊ ആവശ്യത്തിന് 4 സ്റ്റേജ് ഉണ്ടാക്കി. അതാ ഇനി ഫർദർ കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി ഫർദർ പോകണമെങ്കിൽ തീരം കുറച്ചുള്ള സ്ഥലങ്ങളിൽ പോർട്ട് ഉണ്ടാക്കി വെർട്ടിക്കലായിട്ട് ഒരു സ്റ്റേജ് കടലിലേക്ക് എടുക്കുക. ഇതിന് വേണ്ട വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ സോറി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കടലിലേക്ക് എടുക്കുക. അതാണ് ഇപ്പൊ അവരുടെ പരിഗണനകളുണ്ട്. രണ്ടാമത്തെ കാര്യം സുധീർ പറഞ്ഞാൽ ഇത് പറയുക എല്ലാം കുറച്ച് കൂടി പറയുന്നുണ്ടോ, അത് ആവേശം കൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. അത് പോസിറ്റീവ് തിങ്കിങ് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ടൂറിസത്തിന് വേണ്ടി കേരള ടൂറിസത്തിന് വർക്ക് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്, ധാരാളം ആളുകളുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല. ഞാൻ ചെയ്ത ഒരു വ്യത്യസ്തമായ കാര്യം, ഞാൻ എൻ്റെ ബ്രദർ, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു പുതിയൊരു ആശയം തോന്നുന്നു. ആ ആശയം കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവൻ ആശയം പ്രചരിച്ചു. മറ്റൊന്നുമല്ല, ആയുർവേദ ടൂറിസം എന്നൊരു കൺസെപ്റ്റ്. ആക്ച്വലി ആയുർവേദ ടൂറിസം എന്നല്ല, ആ ടൂറിസം എന്ന വാക്ക് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചത് ആയുർവേദ റിസോർട്ട് എന്നുള്ള വാക്കാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. മറ്റൊന്നുകൂടുള്ള വിദേശികൾക്ക് നമ്മുടെ നാട്ടിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ആയുർവേദ ഹോസ്പിറ്റൽ റിസോർട്ടിന്റെ ആംബിയൻസ് ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശികൾ വരില്ല. ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ചത് 100% വിദേശികളായിരുന്നു. അതിന് സക്സസ്ഫുൾ ആയി 99% ഞങ്ങൾ വിദേശികളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കൺസെപ്റ്റ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് എന്ത് പേരുണ്ടായി, ടൂറിസത്തിന് ഡെവലപ്മെന്റ് ഉണ്ടായി, ആയുർവേദത്തിനുണ്ടായി. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് എന്റെ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന മാനേജറുടെ മകനെ ആയുർവേദ ഡോക്ടറാക്കാൻ പഠിക്കാൻ വിട്ടില്ല. അതേ വിട്ടത് ഹോട്ടൽ മാനേജർ പഠിക്കാൻ വിട്ടത്. ആയുർവേദ ഡോക്ടറായിട്ട് സാധ്യത വിട്ടില്ല. കാരണം ഡോക്ടറെ മകനെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ന് ആയുർവേദം ആർക്കും വേണ്ടായിരുന്നു. ആയുർവേദത്തിന് ഇതുപോലെയുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ് ഇല്ലായിരുന്നു. അങ്ങനെ വലിയൊരു ചേഞ്ച് ആയുർവേദത്തിനുണ്ടായി, അതുപോലെ ടൂറിസത്തിനുണ്ടായി. ഇപ്പൊ നിങ്ങൾക്കറിയാം, എവിടെ ടൂറിസം ഉണ്ടെങ്കിൽ എവിടെ പറഞ്ഞാൽ അവിടെ ആയുർവേദം കൂടെ ഉണ്ട്. എനിക്ക് എത്രയോ എൻക്വയറീസ് ആണെന്നറിയോ. ഞാനിപ്പോ അടുത്തേക്ക് പോയിട്ട് വന്നുള്ളൂ. റഷ്യയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് 100-150 ഏക്കറുള്ള സ്ഥലത്ത്, ഇപ്പൊ ജോർജിയയില്, സ്പെയിനില്, അങ്ങനെ ഒത്തിരി പ്രൊജക്ടുകൾ ഇഷ്ടംപോലെ പഠിച്ചു വരികയാണ്. ഒത്തിരി ലിമിറ്റേഷൻസ് വേറെയുണ്ട്, നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചുരുക്കത്തില് ഈ കൺസെപ്റ്റ് എല്ലായിടത്തും വ്യാപിച്ചു.